ഇന്നിപ്പോൾ എന്താ അത്ര പ്രത്യേകത കുട്ടികളെയും കൊണ്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ന് അവർ ടൂർ പോണ ദിവസമാണ് കേട്ടോ. പിന്നെ 4ാം ക്ലാസ്സുകാരും 3ാം ക്ലാസ്സുകാരും ഒരുമിച്ചിട്ടാണ് ടൂർ പോണത് കേട്ടോ. മലമ്പുഴ ഡാം അങ്ങനെയുള്ള ആ ഒരു ഭാഗം പാലക്കാട് സൈഡാണ് അവർ പോണത് കേട്ടോ. എവിടേക്കാണെന്നൊന്നും ഞാൻ കൃത്യമായിട്ട് ചോദിച്ചൊന്നുമില്ല. അവർക്ക് ടൂർ പോകാൻ കിട്ടുന്നൊരു സമയമാണല്ലോ അല്ലേ. പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ ടൂർ ഇത്രയും അധികം ആൾക്കാരെ കൂടെ പോകാൻ പറ്റണത് ഈ ഒരു പ്രായത്തിൽ തന്നെ ആയിരിക്കും അല്ലേ. കോളേജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അല്ലേ. പിന്നെ നമുക്ക് ജോലി ചെയ്യുന്ന അവിടുത്തെ സ്റ്റാഫുകളോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയോ അങ്ങനെയൊക്കെയല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ. ഇദ്ദേഹമാണ് ഇവരുടെ പ്രിൻസിപ്പൾ കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സിന് എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്, നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹമെന്ന്. ഞങ്ങൾ 2ാം ക്ലാസ്സിലാണ് ഈ CNN സ്കൂളിലേക്ക് വന്ന് ചേരുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്കൂളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ടീച്ചേഴ്സിലൂടെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് കുറച്ചധികം കുട്ടികളൊക്കെ ക്ലാസ്സിലുള്ളത് കൊണ്ട് നമ്മുടെ കുട്ടിക്ക് അത്ര വലിയ കെയറിങ് ഒന്നും കിട്ടുന്നൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ തന്നെയാണ് ഞാൻ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്തിയത്. പക്ഷേ ഇവൻ്റെ 2ാം ക്ലാസ്സിലെ ടീച്ചർ രമ്യ ടീച്ചറായിരുന്നു. ടീച്ചർ വളരെ അപ്ഡേറ്റ് ആയിരുന്നു കേട്ടോ. കുട്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ക്ലാസ്സിലുണ്ടെന്നും അല്ലെങ്കിൽ ആ കുട്ടി ഏത് റേഞ്ചിലേക്കാണ് പോണതും എന്നും അവൻ എന്തെങ്കിലും ഒരു പ്രശ്നം ക്ലാസ്സിലുണ്ടായാൽ അത് കൃത്യമായിട്ട് ടീച്ചറെ വിളിച്ചറിയിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോഴും ഞങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റ് ഉണ്ട്. വല്ലപ്പോഴും, അതായത് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനോ അല്ലെങ്കിൽ ഒരു അഭിപ്രായങ്ങൾ പറയാനോ ഒരു മെസ്സേജിങ് കാര്യങ്ങളോ ഞങ്ങൾ തമ്മിലുണ്ട്. അവൻ്റെ പേരൻസ് മീറ്റിങ്ങിന് എന്തിനേലും ഇപ്പോൾ പോകുമ്പോഴും ടീച്ചറെ ഒന്ന് വിഷ് ചെയ്തിട്ടാണ് ഞാൻ പോവാറ് കേട്ടോ. 3ാം ക്ലാസ്സിലായപ്പോൾ അനീഷ ടീച്ചറായിരുന്നു കേട്ടോ ക്ലാസ് ടീച്ചർ. ടീച്ചർ വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ കൂളാണ്. മോൻ എൻ്റെ അടുത്ത് എങ്ങനെയാണോ ഫ്രീ ആയിട്ട് ഇടപഴകണത് അതേപോലെ തന്നെയാണ് അനീഷ ടീച്ചർ എടുത്തു കേട്ടോ. ടീച്ചറും ഞാനും തമ്മിൽ എന്തോ മുന്നെന്തോ പഠിച്ച ഒരുമിച്ച് പഠിച്ചാലുണ്ടാവുന്നൊരു സൗഹൃദമൊക്കെ ഇല്ലേ, അതേപോലെ ഒരു സൗഹൃദം ഞങ്ങളുടെ ഇടയിലുണ്ട്. എന്നും വിളിച്ചിട്ടൊന്നല്ല കേട്ടോ, വിളിക്കാറന്നില്ല, ചാറ്റ് ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. ഇതായിരിക്കണം കേട്ടോ നമ്മുടെ 4ാം ക്ലാസ്സിലെ സജിത ടീച്ചർ. ഒന്നും പറയാനില്ല. ഇവരൊക്കെ ഈ സ്കൂളിനെ എവിടെ നിന്ന് കിട്ടണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. കുട്ടികളോട് ഇത്രയ്ക്കും, അതായത് നമ്മൾ അമ്മമാരെങ്ങനെയാണോ കുട്ടികളോട് അതേപോലെയാണ് അവർ. എൻ്റെ മോൻ ടീച്ചറുടെ ഒരുപാട് ഗുഡ് ക്വാളിറ്റീസൊക്കെ കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും അതുപോലെയൊക്കെ ചെയ്തൂടെ എന്ന്. അവന് അവൻ്റെ ടീച്ചേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളോട് ഭയങ്കര ആരാധനയാണ്. അപ്പോൾ ടീച്ചേഴ്സ് പറയുന്ന പല കാര്യങ്ങളും അങ്ങനെയല്ല എന്ന് ഞാൻ പറഞ്ഞാലും അവൻ സമ്മതിക്കില്ല. അവൻ പറയും അവൻ്റെ ടീച്ചർ പറഞ്ഞതാണ് കറക്റ്റ്, അത് മാത്രം വിശ്വസിക്കാനാണ് അവൻ ഇഷ്ടം കേട്ടോ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് മൂപ്പരുടെ. വലിയ ക്ലാസ്സിലാവുമ്പോൾ മാറുമായിരിക്കും, അറിയില്ല, ഇപ്പോൾ കുഞ്ഞു കുട്ടിയാണല്ലോ. അപ്പോൾ അവൻ്റെ ടീച്ചർമാരാണ് അവൻ്റെ റോൾ മോഡൽസ്. മൂപ്പര് പഠിക്കാണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും രമ്യ ടീച്ചറെ പേര് പറഞ്ഞിട്ട് പേടിപ്പിക്കും. ഞാൻ രമ്യ ടീച്ചറെ ഇപ്പോൾ ഫോൺ ചെയ്യും, ഇപ്പോൾ വിളിച്ച് പറയും ഞാൻ ഫോൺ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതാക്കുമ്പോൾ പറയും അയ്യോ വേണ്ട വേണ്ട വേണ്ട. അതായത് 2ാം ക്ലാസ്സിലെ ടീച്ചറെ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോഴും അവനെ പേടിപ്പിക്കുക. പാരൻസിനും കുട്ടികൾക്കും ആകാംക്ഷയാണെങ്കിലും ടീച്ചേഴ്സിന് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ തലേ ദിവസം തന്നെ മീറ്റിങ്ങിന് വിളിച്ചു വരുത്തി, എന്നിട്ട് കുട്ടികൾ ആരെങ്കിലും ഛർദ്ദിക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾ മരുന്ന് കൊടുത്തോളാം, ഞങ്ങൾ കെയർ ചെയ്തോളാം. അപ്പോൾ ഛർദ്ദിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ പറയണം. ഭയങ്കര പാമ്പറിങ് ആണ് കേട്ടോ. അതായത് വീട്ടിൽ കൊഞ്ചിക്കണ പോലെ തന്നെ കൊഞ്ചിക്കണുണ്ടോ എന്ന് വരെ എനിക്ക് തോന്നാറുണ്ട്. അവർ തമ്മിൽ ഇടയ്ക്ക് സൗഹൃദത്തിലാവും, ഇടയ്ക്ക് വഴക്കിടണ കാണാം, ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര കെയറിങ് ആണ്. ഒന്ന് വീണ് കഴിഞ്ഞാൽ, ഞാൻ സാധാരണ മോൻ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. അവൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചേക്കണത് നമ്മൾ വീണാലാണ് കുറച്ചും കൂടി സ്ട്രോങ് ആവുക, അപ്പോഴാണ് നമ്മൾ വളരുക, അങ്ങനെയൊക്കെയാണ് പറഞ്ഞു വെച്ചേക്കണേ. സ്കൂളിലൊന്ന് ചെറുതായിട്ട് വീണാലോ എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നാലോ ഉടനെ നമ്മളെ വിളിക്കും കേട്ടോ. എന്നെ പോലെ പ്രശ്നമുണ്ട്, ഇന്നതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ആ വക കാര്യങ്ങൾക്കാണ് കുറച്ചും കൂടിയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. പഠിക്കണം എന്നുള്ളതൊരു ഭാഗം തന്നെയാണ്. പക്ഷേ സ്കൂളിലുള്ളൊരു കെയറിങ്, അന്തരീക്ഷം, അതുപോലെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ളൊരു ബിഹേവിയർ, അതൊക്കെ കുട്ടികളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു PTA മീറ്റിങ്ങിനൊക്കെ പോയിരിക്കുമ്പോഴും അല്ലെങ്കിൽ അല്ലാതെ കുട്ടിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും അപ്പോൾ ക്ലാസ്സിലുണ്ടായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ ഭാഗ്യത്തിന് നല്ല ക്ലാസ് ടീച്ചേഴ്സിനെയാണ് കേട്ടോ മോനെ കിട്ടുന്നത്. അപ്പോൾ 4ാം ക്ലാസ് വരെ ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമായി. ക്ലാസ്സിലെ ടീച്ചേഴ്സ് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കും ബുദ്ധിമുട്ടാണ്, കുട്ടികൾക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എനിക്ക് യാത്രേനെ കുറിച്ച് യാതൊരു ടെൻഷനും ഇല്ല കേട്ടോ. കാരണം എനിക്ക് എൻ്റെ മോനെ എങ്ങനെ അറിയോ അതിൻ്റെ അത്രയും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അറിയുന്ന സജിത ടീച്ചറും അവരുടെ കൂടെയുണ്ട്. അതായത് ഓരോ കുട്ടികളെയും, എൻ്റെ മോനെ മാത്രമല്ല ഓരോ കുട്ടികളെയും കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് അവർക്ക് അവരുടെ സ്വഭാവത്തിനനുസരിച്ച് നിൽക്കാനായിട്ട് ടീച്ചേഴ്സിന് നന്നായിട്ട് അറിയാം കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രേനെ കുറിച്ച് നമുക്ക് ടെൻഷൻ വേണ്ട, നമ്മുടെ ടെൻഷൻ മുഴുവൻ നമുക്ക് ടീച്ചേഴ്സിന് കൊടുക്കാം. അവർക്ക് നല്ല ടെൻഷനുണ്ട്. കുട്ടികൾ ഛർദ്ദിക്കുമോ, അങ്ങനെയൊക്കെയുള്ള അവർ വീഴുമോ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവരെ മനസ്സിൽ കൂടെ പോയിട്ടാണ് അവർ ഈ യാത്ര സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ റോഡ് മൊത്തം ബ്ലോക്കായിരുന്നു അന്നത്തെ ദിവസം രാവിലെ. വല്ലാണ്ട് ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടികൾ മുഴുവനും സ്കൂൾ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചുകൊണ്ട് കൊണ്ടുവരാൻ വന്ന ആൾക്കാരെ വണ്ടികളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവർക്ക് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണം, എങ്ങനെ വേണം എന്നുള്ളത്. അതുകൊണ്ട് വണ്ടികളൊക്കെ വളരെ ഓരം ചേർന്ന് അറേഞ്ച്ഡായിട്ട് കിടന്നു. കുട്ടികളൊക്കെ ക്യൂവിൽ ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെ ഒക്കെ കൈ പിടിച്ചിട്ട് റോഡിൻ്റെ സൈഡിൽ കൂടെ വണ്ടിയിൽ കയറി എല്ലാവരും ടാറ്റൊക്കെ തന്ന് ഹാപ്പി ആയിട്ട് പോവാം. നമ്മൾ പാരൻസ് ഇരിക്കുമ്പോഴത്തെ സ്വഭാവം ഒന്നല്ല ഇവർ മാത്രമായിട്ട് ഇരിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇവരുടെ റേഞ്ച് വേറെയാണ്. നമ്മളെ മുന്നിൽ ഇവരിങ്ങനെ പാവങ്ങളായിട്ട് പേടിച്ച് അങ്ങനെയൊക്കെ നിൽക്കും. പക്ഷെ നമ്മളില്ലെങ്കിൽ ഇവരെ കൂട്ടുകാരെ കൂടെ വേറെ റേഞ്ചാണ്. ബസ്സുകൾ ഓരോന്നായിട്ട് എടുത്തു തുടങ്ങി കേട്ടോ. പാരൻസ് എല്ലാവരും സൈഡിൽ നിന്ന് ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ബസ്സിൻ്റെ ഉള്ളിൽ പാട്ട് വെച്ചതും കിടികിടി കിടികിടി എന്ന് പറഞ്ഞിട്ട് ഡാൻസ് അങ്ങോട്ട് തുടങ്ങി എല്ലാവരും കൂടിയിട്ട് കേട്ടോ. മനോഹരമായൊരു യാത്രയാവട്ടെ എന്ന് ആശംസിക്കാം. ഒരുപാട് ഓർമ്മകൾ നിൽക്കുന്നൊരു യാത്രയാവട്ടെ എന്ന് ആശംസിക്കാം. ടീച്ചേഴ്സിനെ വളരെ സമാധാനത്തോടു കൂടി അവരെ ഡീൽ ചെയ്യാൻ പറ്റണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് പോയിട്ട് വായും.